നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്തുകൊണ്ട് നമ്മൾ പൊട്ടി? എന്തുകൊണ്ട് നമ്മൾ തോറ്റു? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു തരാമോ? ഇത് നമ്മൾ സാധാരണ പറയാറുള്ള, തമാശയായി പറയാറുള്ളൊരു സിനിമാ ഡയലോഗാണ്. ഇപ്പം പാറ്റ് കമിൻസിനോട് തോൽവി വിശദീകരിക്കാൻ, വിശകലനം ചെയ്യാൻ വേണ്ടി കളിക്ക് ശേഷം ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉള്ളതുപോലെ അങ്ങ് പറയുന്നുണ്ട്. ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ 9 വിക്കറ്റിനാണ് ഡാർവിൻ ടെസ്റ്റിൽ പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയക്ക് രണ്ടാം ടെസ്റ്റിൽ തിരികെ വന്നേ പറ്റൂ, ടീമിൽ മാറ്റമുണ്ടാകുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല രൂപത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ കളിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലൊന്നും ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. ഐ തോട്ട് ഇറ്റ് വാസ് എക്സലൻറ്റ്. സോ ഈ തോൽവിയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്ക്യൂസ് ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശ് വളരെ മികച്ച രൂപത്തിൽ കളിച്ചു. ഡേ 1 വിക്കറ്റ് ഉണ്ടല്ലോ, അതിൽ കുറച്ചുകൂടി ബൗളേഴ്സിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ബട്ട് ഒബ്വിയസ്ലി ഞങ്ങൾ നല്ല രൂപത്തിൽ ബാറ്റ് കൊണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു. കുറച്ചുകൂടി സമയം ഞങ്ങൾ ക്രീസിൽ ചെലവഴിച്ച് സ്കോർ ചെയ്യേണ്ടതായിരുന്നു. അത് സംഭവിച്ചില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബോൾ കൊണ്ട് അവരുടെ ആദ്യ ഇന്നിങ്സിൽ പെനിട്രേറ്റ് ചെയ്യാനും പറ്റിയില്ല. ഇതാണ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മേഖലകളിലും അവർ ഞങ്ങളെ ഔട്ട് പ്ലേ ചെയ്തു. ഐ തോട്ട് ദേ വർ റിയലി പേഷ്യൻ്റ് ആൻഡ് ക്വൈറ്റ് ഡിസിപ്ലിൻഡ്. ഞങ്ങൾ പുറകിലായി പോയതിന് ശേഷം പിന്നെ തിരികെ വരിക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്ന് പാറ്റ് കമിൻസ് പറഞ്ഞു. സോ വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിലയിരുത്തുന്നു. ഓസ്ട്രേലിയക്ക് പിഴച്ചത് ആദ്യ ഇന്നിങ്സിൽ കുറച്ചുകൂടി സമയമൊക്കെ ബാറ്റ് ചെയ്യണമായിരുന്നു, കുറച്ചുകൂടി റണ്ണൊക്കെ അടിക്കണമായിരുന്നു. അവിടെ പിഴച്ചു എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പിന്നെ ബോൾ കൊണ്ടും വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ചോദ്യം, ടീമിൽ മാറ്റമുണ്ടാകുമോ? വെതറാൾഡിൻ്റെ ഒരു ഇന്നിങ്സ് 23 ഡെക്കുമാണ്. മാർണസ് ലബുഷെയ്നാണെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിൽ കിട്ടിയ സ്റ്റാർട്ട് അദ്ദേഹത്തിന് വലിയ സ്കോറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അവരെ വലിയ രൂപത്തിൽ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ടീമിൽ മാറ്റമുണ്ടാകുമോ? കമൻസിൻ്റെ ഒരു മറുപടി, ഇത്തരത്തിലുള്ളൊരു കളി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ടീമിൻ്റെ അപ്പോഴത്തെ മാച്ചപ്സ്, അതുപോലെ ഇനി അടുത്ത കളിക്ക് എങ്ങനെ മാറ്റമുണ്ടാക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും, സംസാരിക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ ഈ ഒരു കളി കളിച്ച് അവസാനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. സോ ഇനി അതിനെക്കുറിച്ച്, മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വി വെർ പ്രെറ്റി ഗുഡ് അറ്റ് ബൗൺസിങ് ബാക്ക്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മുമ്പൊക്കെ ഞങ്ങൾ അങ്ങനെയാണ്, തിരിച്ചു വരുവൽ വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അത് തന്നെ അടുത്ത കളിയിൽ സംഭവിക്കും, ഒരു ഡൗട്ടും വേണ്ട. ബാറ്റേഴ്സും അതുപോലെ തന്നെ മുഴുവൻ ടീമും അടുത്ത കളിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നന്നായിട്ട് പന്തെറിഞ്ഞ ജോഷ് ഹേസൽവുഡിനെയും നന്നായിട്ട് സ്കോർ ചെയ്ത ക്യാമറൺ ഗ്രീനെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. എന്തായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കളിക്ക് അവർ തിരിച്ചു വരും എന്ന് തന്നെ കരുതാം. അല്ലറ ചില്ലറ മാറ്റങ്ങൾ ടീമിൽ വരുത്തേണ്ടതുണ്ട്. പോണ്ടിങ്ങും അത് തന്നെയാണ് കളിക്ക് ശേഷം പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ കമിൻസും അത് ഊന്നി പറയുന്നു. ടീം തിരിച്ചു വരാൻ കെൽപ്പുള്ള ടീമാണ്. മുമ്പ് പലവട്ടം ഇത്തരം സിറ്റുവേഷനുകളിൽ അതിശക്തമായി ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. മൈറ്റി ഓസി തിരികെ വരും എന്ന് ക്യാപ്റ്റൻ പറയുമ്പോൾ ആരാധകരും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.